മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ശീമോനോട് പറയുകയാണ്, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഈ 3 എന്നതിൻ്റെ പ്രാധാന്യം നമ്മളത് കഴിഞ്ഞ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ വാർത്ത പ്രത്യേകമായി പത്രോസിനെ അറിയിക്കാൻ യേശു പറഞ്ഞു. അതിനുശേഷം തിബരിയോസ് കടൽക്കരയിൽ വെച്ച് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ യേശു കർത്താവ് അവർ പ്രാതൽ കഴിച്ച ശേഷം, യോഹന്നാന്റെ സുവിശേഷം 21:15, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവരോട് പറഞ്ഞു. രണ്ടാമതും അവൻ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം യേശു കർത്താവ് പത്രോസിനെ കൊണ്ട് ഏറ്റുപറയിച്ചു. 3 പ്രാവശ്യമാണ് യേശു അവനോട് ചോദിച്ചത്. അപ്പൊ ഈ 3 എന്നതിൻ്റെ പ്രാധാന്യം തിരുവെഴുത്തുകളിൽ നമ്മൾ വളരെ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. എല്ലാ റെഫറൻസും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ നമ്മൾ യെശയ്യായുടെ പ്രവചനം 6-ാം അധ്യായം, സറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തരും 6 ചെറുകൊണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. അങ്ങനെയല്ല പറഞ്ഞത്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവിടെ 3. അപ്പോ സ്വർഗത്തിൽ കാണുന്ന വർഷിപ്പ്, സ്വർഗീയ ആരാധനയുടെ ഒരു ദർശനം പ്രവാചകനായ യെശയ്യാവിന് കിട്ടുമ്പോൾ, യെശയ്യാവ് എഴുതിയിരിക്കുകയാണ്, അവിടെ നടക്കുന്ന ആരാധന യഹൂദന്മാരുടെ പുസ്തകമാണെന്ന് ഓർക്കണം. പക്ഷേ ട്രിനിറ്റേറിയൻ വർഷിപ്പിന്റെ ദർശനമാണ് യെശയ്യാവിന് കിട്ടിയത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ മാത്രമല്ല, സൈന്യങ്ങളുടെ യഹോവ കേവലം പരിശുദ്ധനല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇറ്റ്സ് എ ട്രിനിറ്റേറിയൻ വർഷിപ്പ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഇതാണ് സ്വർഗീയ ആരാധന. അപ്പോൾ സ്വർഗീയ ആരാധന ഒറ്റ ഒരാളെ ആരാധിക്കുന്ന ഒറ്റയ്ക്കുള്ള വർഷിപ്പ് അല്ല, ട്രിനിറ്റേറിയൻ വർഷിപ്പാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന സ്വർഗീയ ആരാധന, സ്വർഗീയ ആരാധന, അതായിരിക്കണം നമ്മുടെ ആരാധന. ഈ വിശുദ്ധ പകൽക്കാലം സ്വർഗീയ ആരാധനയിൽ ദൈവത്തെ ട്രിനിറ്റിയിൽ വർഷിപ്പ് ചെയ്യുവാൻ ഭാഗ്യം കിട്ടിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങളെല്ലാവരും ട്രിനിറ്റിയിലാണ് വർഷിപ്പ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ച് എവിടെയെല്ലാം ദർശനം ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നമുക്ക് ട്രിനിറ്റിയെ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുന്നതായി നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, മോശയ്ക്ക് ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അടുത്തത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. അപ്പൊ ഇവിടെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ പ്രധാന സംവാദകരായിരിക്കുന്ന നമ്മുടെ മുഹമ്മദ് ഈസ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ, കുരുവിള കുളഞ്ഞിക്കൊമ്പൽ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ എപ്പോഴും ഈ ഫേസ്ബുക്കിൽ വന്ന് ചോദ്യം ഉന്നയിക്കുന്നതാണ്. എന്നോട് 100 കണക്കിന് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര ദൈവമുണ്ട്? 3 ദൈവമുണ്ടോ? ഒരു ദൈവമല്ലേ ഉള്ളൂ? 3 ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ 3 ദൈവമുണ്ടെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ ടീമൊക്കെ വലിയ ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത് എന്നതാ? ദൈവം പറയുന്നേ, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമാകും. എന്നാ ഇവര് പറയുന്ന യൂണിറ്റേറിയൻ സങ്കല്പമാണെങ്കിൽ അവിടെ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. നിങ്ങൾ ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് റീഡ് യുവർ സെൽഫ്. അപ്പൊ അവിടെ പറയുന്നത്
4 പ്രാവശ്യം ദൈവം എന്ന വാക്കുണ്ട് അവിടെ. ദൈവം എന്ന് 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഈ മൂലഭാഷയിൽ വായിച്ചാലും അങ്ങനെയാണ്. നിങ്ങൾ വായിച്ചു നോക്കാം. അനോക്കി എലോഹി അബിക എലോഹി അബ്രഹാം എലോഹി ഇസഹാക്ക് ഓ ലോഹി യാക്കോബ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും, പിന്നെ പറയാണ് പിതാവിന്റെ ദൈവം. അവിടെ യൂണിറ്റി വരികയാണ്. ഇവിടെ ട്രിനിറ്റി വരികയാണ്. അബ്രഹാമിന്റെ ദൈവവും യൂണിറ്റി ഇൻ ട്രിനിറ്റി. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ് ദൈവം. അവിടെ യൂണിറ്റി കൊണ്ടുവരികയാണ്. അപ്പൊ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇങ്ങനെ നിന്റെ പിതാക്കന്മാരുടെ ദൈവം. അവിടെ യൂണിറ്റിയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ കമ്മ്യൂണിറ്റി. ട്രിനിറ്റി ഇൻ ദാറ്റ് യൂണിറ്റി. വി ക്യാൻ സീ ദാറ്റ്. ഇതാണ് ട്രിനിറ്റേറിയൻ വർഷിപ്പ്. ഇതാണ് ട്രിനിറ്റേറിയൻ ഗോഡ്. അപ്പൊ ദൈവം അവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബൈബിൾ തുറന്നിട്ട് നോക്കുക. 4 പ്രാവശ്യം ഗോഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ God the Father, God the Son, God the Holy Spirit. The Trinitarian Omnipotent God. അപ്പോൾ നമ്മുടെ ദൈവം, ഇനി നിങ്ങൾ എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാലും സംശയമില്ല, വായിച്ചോളാൻ പറയണം. പുറപ്പാട് പുസ്തകം 3 അവിടെ എഴുതിയിരിക്കുകയാണ് ട്രിനിറ്റി. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അവർ 3 പേരാണ്. പാട്രിയാക്സ്, 3 പാട്രിയാക്സ്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും. അതുകൊണ്ട് അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും, അല്ലാതെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നൊരുമിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ എണ്ണി നോക്കുക. അതുകൊണ്ട് ആ വ്യക്തമായിട്ട് ആ ട്രിനിറ്റിയെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ട്രിനിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല. ചുറ്റും നോക്ക്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നീളം, വീതി, ഉയരം, 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷനാണ് ഒരു സ്പേസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. 3 planes ഡിഫൈൻ എ സ്പേസ്. അപ്പൊ അതുകൊണ്ട് കംപ്ലീഷനാണ് 3 എന്ന നമ്പര് ഒരു ദൈവിക പൂർണ്ണതയാണ്. ദൈവിക പൂർണ്ണത 3യുടെ പ്രാധാന്യമാണ്. ദൈവിക പൂർണ്ണതയാണ്. പിന്നെ ബൈബിളിൽ പല പൂർണ്ണതയുണ്ട്. നമ്മളിപ്പോൾ ചോദിക്കും. പിന്നെ 7 എന്ന നമ്പറുണ്ട്. 7 എന്ന നമ്പറിന്റെ പൂർണ്ണത അത് ആത്മീക പൂർണ്ണതയാണ്. സ്പിരിച്വൽ കംപ്ലീഷൻ, സ്പിരിച്വൽ പെർഫെക്ഷൻ, അതാണ്. പിന്നെ 10 എന്ന നമ്പർ ഒരു പൂർണ്ണതയാണ്. അതൊരു ഓർഡിനൽ പെർഫെക്ഷനാണ്. വേണം നിയാമക പൂർണ്ണത എന്ന് വേണം പറയാം. നിയമത്തിന്റെ പൂർണ്ണതയാണ്. കാരണം നോഹ ആദാം മുതൽ 10ാം തലമുറയായിരുന്നു. ദശാംശം എന്ന് പറഞ്ഞാൽ 10-1. അങ്ങനെ 10ന് ഒത്തിരി പ്രാധാന്യം തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ 12ന് വലിയ പ്രാധാന്യമുണ്ട്. അതൊരു ഗവൺമെന്റൽ കംപ്ലീഷനാണ്, ഒരു ഭരണപൂർണതയാണ്. നമ്മുടെ ഗോത്രപിതാക്കന്മാർ 12, അപ്പോസ്തലന്മാർ 12, അങ്ങനെ. അപ്പം അതിലെ ദൈവിക പൂർണ്ണതയാണ് 3. അതുകൊണ്ട് ആ 3 പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ പൂർണ്ണതയാണ് നമുക്ക് കാണുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് ഇനി ദൈവത്തിൽ കൂടുതൽ വ്യക്തികൾ കണ്ടേക്കാൻ സംശയമാണ്. പല ആളുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല. കാരണം യേശയ്യായുടെ പ്രവചനത്തിൽ കാണുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഊശാന, കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. അപ്പൊ ദൈവമേ നിനക്ക് സ്തുതി. അപ്പൊ ദൈവത്തിന് സ്തുതി. അത് 3 പ്രാവശ്യമാണ് സ്തുതിക്കുന്നത്, 3 പ്രാവശ്യമാണ് വർഷിപ്പ് ചെയ്യുന്നത്. കാരണം പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവുമായി നമ്മുടെ ദൈവം. ഇറ്റ് ഈസ് സോ ബിബ്ലിക്കൽ. അത് തന്നെയല്ല ദൈവം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. നോ പ്രോബ്ലം. ആർക്കും എതിർക്കാൻ കഴിയത്തില്ല. നീ നോക്കിയാൽ പുറപ്പാട് പുസ്തകം 3 ദൈവം തന്നെ അവതരിപ്പിച്ചു. അങ്ങനെയാണ് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അങ്ങനെ നിന്റെ പിതാക്കന്മാരുടെ ദൈവം. സോ നമ്മുടെ ദൈവം ആരാണ്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. അതാണ് നമ്മുടെ ദൈവം. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു നീളം, വീതി, ഉയരം. ഇനി നമ്മൾ സമയത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ 3. നമ്മൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇനി നമ്മൾ വ്യാകരണത്തിലേക്ക് നോക്കിയാൽ മനുഷ്യബന്ധങ്ങളിലേക്ക് നോക്കുക.
ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. മൂന്നെണ്ണത്തിൽ സകല ബന്ധങ്ങളും നിർവചിക്കപ്പെട്ടു. ഞാന്, നീ, അവര്. എല്ലാ റിലേഷൻഷിപ്പും ഈ മൂന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഗ്രാമർ നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മൂന്നാണ്: സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം. ഓംനിഷ്യൻ, ഓംനിപൊട്ടന്റ്, ഓംനിപ്രസൻസ്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഈ മൂന്ന് കാണാണ്. ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കഴിവുകൾ, അവന്റെ എബിലിറ്റീസ്, ഹ്യൂമൻ കാപ്പബിലിറ്റീസ് നിങ്ങൾ നോക്കുക. അതേതാണ്? തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ. അതും മൂന്നാണ്. തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. അവിടെ മൂന്നാണ്. ഇനി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക. നമ്മൾ താരതമ്യം ചെയ്യുക എന്തിനെങ്കിലും, അതും മൂന്നിലാണ്. കാരണം സ്മോളർ ദാൻ, സെയിം ആസ്, ഗ്രേറ്റർ ദാൻ. ഒന്നിനേക്കാൾ വലുത്, അല്ലെങ്കിൽ ചെറുത്, അല്ലെങ്കിൽ തുല്യം, സമസമം. അതിലും മൂന്നാണ് വരുന്നത്. ഇനി നമ്മൾ ലോകത്തേക്ക് നോക്കുക, പ്രപഞ്ചത്തിലേക്ക് നോക്കുക. മൂന്ന് ലോകമാണ് ഉള്ളത്. നേച്ചറിലേക്ക്, പ്രകൃതിയിലേക്ക് നോക്കുക. പ്രകൃതിയിലേക്ക് ജന്തുലോകം, സസ്യലോകം, ധാതുലോകം. മൂന്ന് ലോകങ്ങളാണ് നമ്മൾ കാണുന്നത്. ആനിമൽ വേൾഡ്, വെജിറ്റബിൾ വേൾഡ്, മിനറൽ വേൾഡ്. മൂന്ന് വേൾഡ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ എല്ലാ തലത്തിലും, എല്ലാ തരത്തിലും ഇനി എക്സാമ്പിൾസ് ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ആ ട്രിനിറ്റേറിയൻ ഗോഡ് ഈസ് എ ട്രിനിറ്റി. ദൈവം ത്രിയേക ദൈവമാണ്. ത്രിയേകം. നമ്മൾ ആ മോശയ്ക്ക് കിട്ടിയ വെളിപ്പാടിലേക്ക് തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവിടെ പറയാണ്, അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവം. അപ്പൊ നമ്മൾ അത് പരാവർത്തനം ചെയ്യുമ്പോൾ, നമ്മുടെ ഭാഷാന്തരം ചെയ്യുമ്പോൾ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. ദൈവങ്ങളല്ല. അബ്രഹാത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. പിന്നെ ഞാൻ പറയാണ്, ഇവരുടെ വാദമനുസരിച്ച് അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്നല്ല. അതുകൊണ്ട് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് ഡിസ്റ്റിങ്റ്റീവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന സൂചനകളാണ് തിരുവെഴുത്തുകളിൽ. നമ്മൾ മനസ്സിലാക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആ നാമത്തിൽ വരുമ്പോൾ അതിൽ ആ യൂണിറ്റിയെ കാണിക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ ദൈവം പേഴ്സണാണ്. എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അത് ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ടൈപ്പ് ചെയ്യുക പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്? നിങ്ങൾ ലോങ് ലിസ്റ്റ് കിട്ടും. ഒരു 10-20 എണ്ണം ഇങ്ങനെ വരും പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഒരുപാടുണ്ട്. കാരണം അഡ്വാൻസ്ഡ് സൈക്കോളജി ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിത്വം, അതിൻ്റെ ഏറ്റവും നല്ല 3 ലക്ഷണങ്ങൾ: 1 സബ്ജക്റ്റിവിറ്റി, 2 ഒബ്ജക്റ്റിവിറ്റി, 3 എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. 3 കാര്യങ്ങളാണ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ബോധം, അവബോധം. ഏതാണ്? ആത്മാവബോധം. നമ്മൾ ആരാണ്? ഇപ്പൊ നമ്മളൊരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ, ഒരു ഹെൽത്തി പേഴ്സന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവനെക്കുറിച്ചുള്ള ബോധം. അതുകൊണ്ടാണ് ഈ ഇൻസൈൻ ആയിട്ടുള്ള ആളുകൾക്ക് അവനെക്കുറിച്ചുള്ള ബോധമില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ലെന്നൊക്കെ പറയും. ഇപ്പം ഭ്രാന്തിന്റെ ലക്ഷണത്തിലേക്ക് വരുമ്പോൾ, അപ്പം ആത്മാവബോധമാണ് ഒരു പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാന ലക്ഷണം. ആത്മാവബോധം. അപ്പൊ ആണ് സബ്ജക്റ്റിവിറ്റി. നമ്മുടെ ദൈവത്തിലേക്ക് നോക്കുക. ദൈവം പറയുന്നുണ്ട്, ഞാൻ തന്നെയാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് മുമ്പേ ഒരുത്തനുമില്ല, എനിക്ക് ശേഷം മറ്റൊരുത്തനുണ്ടാകുകയില്ല. ഞാൻ ആകാശത്തെ വിരിച്ചു, ഞാൻ സകലത്തെ സൃഷ്ടിച്ചു, ഞാൻ പ്രകാശത്തെ ഉളവാക്കി, ഞാൻ അന്ധകാരത്തെ വിളിച്ചു വരുത്തുന്നു. അപ്പോ ദൈവത്തിന്റെ ആത്മാവബോധം, സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ്, ഹി ലിവ്സ് ഇൻ ദ വെരി സബ്ജക്റ്റീവ് റിയാലിറ്റി. അപ്പോൾ ആ ആത്മാവബോധത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവ് നമ്മൾ തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. ദൈവം ഒരു വ്യക്തിയാണ്. 2 ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായ അവബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള
കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇതൊരു സ്പീക്കറാണ് ഇരിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഒരു പിക്ചർ ഹാങ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പുറത്തുള്ള ഓരോന്നിനെയും തിരിച്ചറിയുന്നത്, അതാണ് ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഈ ഒബ്ജക്റ്റിവിറ്റിയിൽ ചില ആൾക്ക് പ്രശ്നം ഉണ്ടാകും. അതും ഇൻസാനിറ്റിയുടെ ലക്ഷണമാണ്, ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ കുഴപ്പമുണ്ടോ? പൂച്ചയെ കണ്ടാൽ, പട്ടിയെ കണ്ടാൽ, മൈക്ക് കണ്ടാൽ, ബോക്സ് കണ്ടാൽ, ലൈറ്റ് കണ്ടാൽ, ഷർട്ട് കണ്ടാൽ, ഇത് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം. അപ്പം അത് ഓരോന്നിനെയും കണ്ട് അത് തിരിച്ചറിയുക, അത് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. അപ്പം ആ റിയലൈസേഷൻ. അപ്പം ഇൻസൈൻ പേഴ്സൺ അതൊന്നും കാണത്തില്ല. അവന് അവിടെ ഒരു മഗ് ഇരിക്കുന്ന കാണുമ്പം അവിടെ ഒരു തവള ഇരിക്കുന്നതായിട്ടും ഒരു ചരട് വയാറ് കാണുമ്പം പാമ്പ് വരുന്നതായിട്ടും ഒക്കെ ഇവന് തോന്നും. ഒബ്ജക്റ്റിവിറ്റി നഷ്ടപ്പെടുക. അപ്പോൾ ഒന്ന് സബ്ജക്റ്റിവിറ്റി, രണ്ട് ഒബ്ജക്റ്റിവിറ്റി. മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ കോൺസെപ്ച്വൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി മനോബോധത്തോടുകൂടെ സുബോധത്തോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ 3 ലക്ഷണമാണ് അടിസ്ഥാനമായിട്ട് വേണ്ട 3 ക്വാളിഫിക്കേഷൻ. അപ്പൊ ദൈവത്തിന്റെ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് സാധ്യമാകണമെങ്കിൽ ഒരു പേഴ്സൺ ആയാൽ സാധ്യമാകത്തില്ല. ഒരു പേഴ്സൺ മാത്രമേ ഉള്ളെങ്കിൽ അതിൽ ഒന്നിലധികം പേഴ്സൺസ് ഉണ്ടായിരിക്കണം. ഒന്നിലധികം പേഴ്സൺസ്. ആ ഒന്നിലധികം പേഴ്സൺസ് ആണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ട് ദൈവം ട്രിനിറ്റി അല്ലാതെ ദൈവത്തിനൊരു നിലനിൽപ്പില്ല. നമുക്ക് ട്രിനിറ്റി അല്ലാതെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിട്ടുള്ള ദൈവസങ്കല്പങ്ങളിലെ ഏറ്റവും ഉദാത്തവും ഏറ്റവും അത്യുത്കൃഷ്ടവുമായ ദൈവ സങ്കല്പമാണ് ത്രിയേക ദൈവസങ്കല്പം. ആ ദൈവസങ്കല്പത്തിലാണ് സത്യമായ ദൈവം വസിക്കുന്നത്. ആ ദൈവത്തെയാണ് യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അത് നമ്മൾ അവന്റെ ദനഹ പെരുന്നാളിനെ കുറിച്ച് കഴിഞ്ഞ സമയത്ത് വിശദമായിട്ട് ചിന്തിച്ചു. ആ യേശു കർത്താവ് സ്നാനത്തിന് ഇറങ്ങി നിൽക്കുമ്പോൾ ആ ദൈവമാണ് വെളിപ്പെട്ടു വരുന്നത്. ഏതാണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പിതാവ് അരുളി ചെയ്യുകയും പുത്രൻ സ്നാനമേറ്റ് വരികയും ആ സമയം പരിശുദ്ധ ആത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ ഇറങ്ങി വരികയും ചെയ്യുകയാണ്. നമ്മൾ കാണുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം. സുവിശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അതാ കാണുന്നത്. മറിയത്തോട് ദൂത് അറിയിക്കുമ്പോൾ നമ്മൾ ട്രിനിറ്റിയെ കാണുന്നത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ട്രിനിറ്റിയാണ് മറിയത്തോട് പറയുന്ന ദൂത് തന്നെ. സ്നാനത്തിൽ നമ്മൾ കാണുന്നത് ട്രിനിറ്റിയാണ്. യേശുവിന്റെ മിനിസ്ട്രിയിൽ നമ്മൾ കാണുന്നത് ട്രിനിറ്റിയാണ്. ദൈവം അവനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും പ്രവർത്തിച്ചു. പുത്രനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു. ത്രൂ ഔട്ട് ദ മിനിസ്ട്രി നമുക്ക് ആ ട്രിനിറ്റിയെ കാണാൻ കഴിയും. അവസാനം കർത്താവ് കൽപ്പന കൊടുക്കുമ്പോഴും പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇത് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഇതാണ് ഏറ്റവും കൃത്യമായ ഉപദേശം. അപ്പൊ ഇതിനെതിരായിട്ട് പല ആളുകളും ഈ നാളുകളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് 2 സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച വിശ്വാസമാണ്. ഇതാണ് ട്രൂ ഫെയ്ത്ത്. ഇതാണ് ചർച്ചിന്റെ ഫെയ്ത്ത്. ഇതാണ് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും നമ്മളെ പഠിപ്പിച്ച ഫെയ്ത്ത്. ഇതാണ് നമ്മൾ തിരുവെഴുത്തുകളിൽ കാണുന്ന ഫെയ്ത്ത്. ഇതാണ് പഴയ നിയമത്തിലെ ഫെയ്ത്ത്, വിശ്വാസം. ട്രിനിറ്റിയെ പറ്റി ധാരാളം വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് വീഡിയോസ് ഓഫ് ശുഭപീഡിയക്കൽ എന്ന യൂട്യൂബ് ചാനലിൽ ചെന്നാൽ ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന ധാരാളം വീഡിയോകൾ കാണാൻ കഴിയും. അവിടെ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, ട്രിനിറ്റി എന്ന് പറഞ്ഞ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള ട്രിനിറ്റി, പഴയ നിയമ തിരുവെഴുത്തുകളിൽ എവിടെയെല്ലാമാണ് ട്രിനിറ്റി വെളിപ്പെട്ടിരിക്കുന്നത്, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ട്രിനിറ്റി, പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന്, പിന്നെ മനുഷ്യബന്ധങ്ങളിലെ ട്രിനിറ്റി, ട്രിനിറ്റിയുടെ പ്രത്യേകത, പെരികോറോസിസ്, ഇങ്ങനെയുള്ള ധാരാളം ഏരിയകളിലുള്ള ധാരാളം വീഡിയോസ് അവിടെയുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ, ഈ വിശുദ്ധ ദിവസത്തിൽ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ സുറിയാനി സഭയുടെ
വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ അവിടെ വൈദികൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. എത്ര ഇമ്പകരമായ വാക്കുകളാണ് തൃത്വം. അപ്പോൾ ആ തൃത്വത്തിൻ്റെ മഹത്വം, സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. പിന്നെ പലപ്പോഴും അവരുടെ വർഷിപ്പിനെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്, ഞാനും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പം, ഉദാഹരണം പറഞ്ഞ വിശുദ്ധന്മാർ അല്ലെങ്കിൽ സഭയിലുണ്ടായിരുന്ന രക്തസാക്ഷികൾ അങ്ങനെയുള്ളവരൊക്കെ അവർ വർഷിപ്പ് ചെയ്യുന്നു എന്നൊക്കെ ആരോപണമുണ്ട്. ഒരു വർഷിപ്പിൻ്റെ ഒരു ഗീതം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഉദാഹരണത്തിന് ഏത് വിശുദ്ധനാണെങ്കിലും ഒരു വന്ദിക്കുമ്പം പാടുന്ന ഒരു പാട്ടുണ്ട്. ഇപ്പോൾ ഗീവറി സാഗത, ഗീവറി സാഗതയുടെ ഓർമ്മയാണ് അവർ ആചരിക്കുന്നെങ്കിൽ ആ സമയത്ത് പാടുന്നത്, നിന്നെ വരിച്ചൊരു താതന്നും മോർഗീവറുഗീസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം, നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ. ഉണ്ടോ? അപ്പൊ അത് പാടുമ്പം നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഓർക്കുന്നത് ഗീവറീസിനെ വർഷിപ്പ് ചെയ്യാന്ന്. പക്ഷെ ആക്ച്വലി അവിടെ പാടുന്നത് നിന്നെ വരിച്ചൊരു താതനും മോർഗീവറുഗീസ്. അപ്പൊ നിന്നെ വരിച്ച ഒരു താതന്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. അപ്പൊ പിതാവിനും പുത്രനും സ്തോത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ വരിച്ച താതനും നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. അല്ലാതെ ഗീവറീസനല്ല അവർ സ്തോത്രം കൊടുക്കുന്നത്. നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ. കണ്ടോ? അപ്പം അതിൽ പോലും ട്രിനിറ്റേറിയൻ വർഷിപ്പാണ് നടക്കുന്നത്. അപ്പൊ ആ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവം ത്രിയേക ദൈവമാണ്. ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുന്ന ദൈവമല്ല, ഒറ്റയ്ക്കിരിക്കുന്ന ദൈവം സത്യദൈവമല്ല. അപ്പൊ ഇതെല്ലാം വിശ്വാസമല്ലേ? അപ്പൊ ഒന്നാമത് നമ്മൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ ഈ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഉപദേശം, അതാണ് ഏറ്റവും കുഴപ്പമുണ്ടാക്കിയത്. വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നൊക്കെയുള്ളതാണ് വാദങ്ങൾ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുറഞ്ഞ ക്വാളിറ്റിയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ കയ്യിലൊരു ഫോണ് കണ്ടോ, ഒരു ഫോൺ ഇരിക്കുന്നു. അപ്പൊ ഈ ഫോണ് എൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നു, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ഞാനിപ്പോൾ ഒരു ഐസെറ്റ് എടുത്ത് എൻ്റെ കൈ പിടിച്ചാൽ എനിക്കത് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അറിയുകയാണ്, അറിവാണ്. ഇപ്പം ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ അറിവാണ്, വിശ്വസിക്കല്ല, അറിയുകയാണ് വേണ്ടത്. നമ്മളിപ്പം യേശു കർത്താവ് പറയാ, യോഹന്നാന്റെ സുവിശേഷം 17:3, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഓപ്പൺ യുവർ ബൈബിൾ, റീഡ് യുവർ സെൽഫ്. അങ്ങനെയാണോ? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ അറിവിന്റെ തലത്തിലാണ് ജീവൻ ഇരിക്കുന്നത്, വിശ്വാസത്തിന്റെ തലത്തിലല്ല. അപ്പൊ വിശ്വാസത്തെ ഉയർത്തുന്ന ആളുകളുണ്ട്, വിശ്വാസത്താൽ രക്ഷ വരുന്നു, വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്നു. ദാറ്റ്സ് ഗുഡ് ഫോർ ദം. പക്ഷേ അറിയുക, ആ അറിവിൽ നിന്നാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ദൈവത്തെ അറിയുക. അപ്പൊ അതെങ്ങനെ അറിയണം? അപ്പൊ യേശു കർത്താവിന് പറഞ്ഞാൽ മതി, ഏകസത്യ ദൈവമായ നിന്നെ അറിയുന്നതാണ് ജീവൻ. ഏകസത്യദൈവമായ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയല്ല യേശു പറഞ്ഞു. ഏകസത്യദൈവമായ നിന്നെയും, ആ അറിവുകൊണ്ട് ജീവൻ ഉണ്ടാകുന്നില്ല, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. എങ്ങനെയാണ് അറിയുന്നത്? ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പിതാവിനെയും പുത്രനെയും
അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ പിതാവിനെയും പുത്രനെയും അറിയുന്നവർക്കുള്ളതാണ് നിത്യജീവൻ. കാരണം അവരാ ട്രിനിറ്റേറിയൻ ലൈഫിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രിനിറ്റേറിയൻ ലൈഫിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും വീണ്ടും, അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആ കാര്യം പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, ഞാൻ പിന്നെയും സഹോദരന്മാരെ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ എടുക്കണം. യോഹന്നാന്റെ സുവിശേഷം എടുത്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് 14, 15, 16, 17. ബാക്കി വായിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഇനി വ്യാഖ്യാനിക്കരുതേ, നിങ്ങളെല്ലാം വായിക്കണം. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം ഈ 4 ചാപ്റ്റർ 14, 15, 16, 17 ദയവ് ചെയ്ത് നിങ്ങൾ വായിക്കണം. ഒരാവർത്തിയല്ല, പല ആവർത്തി. ഒരാവർത്തിയല്ല, പല ആവർത്തി വായിക്കണം. എല്ലാ ദിവസവും ഈ 4 ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ അത്രയും അനുഗ്രഹമായിരിക്കും. ബാക്കി വായിക്കുന്നതിന്റെ കൂടെ ഈ 4 ചാപ്റ്റർ ദിവസവും വായിക്കുമെന്ന് തീരുമാനിക്കണം. അവിടെ വായിക്കും നിങ്ങൾ. ഈ 14, 15, 16, 17 ഈ 4 ചാപ്റ്റർ വായിക്കുമ്പം നിങ്ങൾക്ക് ട്രിനിറ്റിയെ കാണാൻ കഴിയും. ഇനി ഞാൻ വീണ്ടും ഒരു ഗ്യാരണ്ടി തരാം, എൻ്റെ ലൈഫിൽ അനുഭവമുള്ള. ഈ 14, 15, 16, 17 ചാപ്റ്റർ നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചാലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് പുതിയൊരു റെവലേഷൻ അതിൽ നിന്ന് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ആ 4 ചാപ്റ്റർ വായിച്ചതിൻ്റെ എണ്ണം എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങിയാൽ വീണ്ടും എനിക്ക് റെവലേഷൻ കിട്ടും. കാരണം അത്രമാത്രം നിധി നിക്ഷേപമാണ് ആ 4 ചാപ്റ്ററിൽ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 4 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളാണ്. ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമല്ല, കർത്താവിൻ്റെ വചനങ്ങളാണ്. നമ്മുടെ യേശു കർത്താവ് നേരിട്ട് പറഞ്ഞ വചനങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചാപ്റ്റേഴ്സാണ്. അത്രയും ബ്ലസ്സഡ് ചാപ്റ്റേഴ്സ് വേറെ ഇല്ല. മറ്റ് ചാപ്റ്ററുകൾ ഇപ്പോൾ ശവിക്കപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഇതിലെ നടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ 4 ചാപ്റ്റർ വായിക്കണം. 1 അല്ല, 2 അല്ല, 3 അല്ല, 100 അല്ല, 100-അധികം വായിച്ചു അങ്ങ് ആവർത്തിച്ച് വായിക്കും. അവിടെ നിങ്ങൾക്ക് ട്രിനിറ്റേറിയൻ ലൈഫിനെ കാണാൻ കഴിയും. ആ ട്രിനിറ്റേറിയൻ ലൈഫ് കാണുമ്പം അത് തുടങ്ങുമ്പോൾ 14 1 വായിക്കുമ്പോൾ തന്നെ ഞാൻ കരയും. എന്തൊരു സ്നേഹത്തിന്റെ വാചന. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കണ്ടോ, അവിടെ അങ്ങ് നിർത്തും ചിലപ്പോൾ. പിന്നെ ഒരു അരമണിക്കൂർ കർത്താവിന് വർഷിപ്പ് ചെയ്യാൻ പറ്റും. അത്രയും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പൊ പലതരത്തിൽ നമ്മുടെയൊക്കെ ഹൃദയം കലങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലും പലതരത്തിലുള്ള കലക്കങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവിടെ കർത്താവ് നമ്മളെ അഷ്വർ ചെയ്യാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതിനെ ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരെ. ഇപ്പൊ ട്രിനിറ്റിയിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനമാണ്. ട്രിനിറ്റിയാണ്, എക്സ്പീരിയൻസ് ചെയ്യണം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോളി സ്പിരിറ്റ് വരിക, പിതാവും പുത്രനും. ആ പിതാവിനും പുത്രനെ അവതരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പം ഹോളി സ്പിരിറ്റ് വരികയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ട്രിനിറ്റിയെ കാണാൻ കഴിയുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിലൂടെ പോകുമ്പോൾ, അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ട്രിനിറ്റേറിയൻ ലൈഫിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്, നിത്യജീവൻ ഉണ്ടാകുന്നത്. കാരണം ഇതിന്റെ എല്ലാം ഗോള് നിത്യജീവൻ ഉണ്ടാകുക. ഏതെങ്കിലും മതത്തിൽ ചേരുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കുക, ആ നിത്യജീവൻ കിട്ടുക. ഇതാണ് മനുഷ്യന്റെ എക്കാലത്തെയും അഭിലാഷം. നിത്യജീവന് വേണ്ടിയാണ് എല്ലാത്തരം പ്രവർത്തനങ്ങളും നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഹൈന്ദവ പുരാണങ്ങൾ വായിച്ചു കഴിയുമ്പം ഈ ഹൈന്ദവ പുരാണങ്ങള്, വേദങ്ങള്, ഇതിഹാസങ്ങള്, ഉപനിഷത്തുകള്, ഇതൊക്കെ നമ്മൾ വളരെ പുച്ഛത്തോടെ പലപ്പോഴും അത് പൈശാചികമാണ്, വെറുപ്പോടെയൊക്കെ കാണുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ദിവസം വിശദീകരിക്കാം. ഇന്ന് നമ്മുടെ സ്കോപ്പിലുള്ള, ഇറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ലൈഫ്. സോ മറ്റൊരു ദിവസം അത് പറയാം. എങ്കിലും അതിൻ്റെ ഒരു സൂചന ഞാൻ തരാം. കാരണം എബ്രായരുടെയും ആര്യന്മാരുടെയും റൂട്ട് ഒന്നാണ്. എബ്രായരുടെയും ആര്യന്മാരുടെയും റൂട്ട് ഒന്നാണ്. അപ്പൊ അവരുടെ ദൈവാവബോധവും ദൈവാന്വേഷണവും ഒരേ ദിശയിലായിരുന്നു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ മറ്റൊരു ദിവസം ഞാൻ ലൈവിൽ പറയാം. ഇനി ഞാൻ മറന്നുപോയാൽ നിങ്ങൾ എന്നെ റിമൈൻഡ് ചെയ്യിക്കാൻ നിശ്ചയമായിട്ടും പറയാം. അതൊരു അനുഗ്രഹിക്കപ്പെട്ട സ്റ്റഡി ആയിരിക്കും, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അപ്പൊ അതുകൊണ്ട്
ഈ അവരാണെങ്കിൽ അമരത്വത്തിന് വേണ്ടി, അമരത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നിത്യജീവനാണ്. അപ്പൊ നിങ്ങൾ ഈ ദേവാസുരന്മാരുടെ കഥയൊക്കെ വായിക്കുമ്പം ദേവന്മാരും അസുരന്മാരും അമരത്വം പ്രാപിക്കാൻ വേണ്ടി അമൃത് സമ്പാദിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മളവിടെ ദേവന്മാരും അസുരന്മാരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നിത്യജീവൻ എന്നുള്ളിടത്ത് അമരത്വം ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇത് എല്ലാവരുടെയും ഗോള് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കുക. ആ നിത്യജീവൻ പ്രാപിക്കുന്നത് ട്രിനിറ്റിയിലാണ് ആ ലൈഫ് ഇരിക്കുന്നത്. ലൈഫ് ഈസ് ഇൻ ട്രിനിറ്റി. തൃത്വത്തിലാണ് ആ ജീവൻ ഇരിക്കുന്നത്. അപ്പൊ ആ ജീവൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ കാണുന്നത് ഇംപ്യൂട്ടഡ് ലൈഫാണ്. അതായത് ഈ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ, അതാണ് ആ ജീവനാണ്. എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ജീവൻ, തന്നിൽ നിന്ന് തന്നെ. ആ ജീവന്റെ സോഴ്സ് മറ്റൊന്നല്ല. ഇപ്പൊ നമ്മുടെ ഒക്കെ ജീവന്റെ സോഴ്സ് വേറെയാണ്. ഇപ്പൊ ഒരു ചെടി ഭൂമിയിൽ കിളിർത്തുയർന്നു നിൽക്കുന്ന ആ ചെടിയുടെ ജീവന്റെ സോഴ്സ് ആ മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് ആ ചെടി പിഴുതു മാറ്റിയാൽ ആ ചെടി ചത്തു. ഒരു മത്സ്യം വെള്ളത്തിൽ കിടക്കുമ്പം ആ മത്സ്യത്തിന്റെ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടറാണ്. നിങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ആ മീനെ എടുത്ത് പുറത്തങ്ങോട്ടിട്, ആ മീൻ ചത്തു. അതിന്റെ സോഴ്സ് ആ വാട്ടറാണ്. അപ്പൊ നമ്മുടെ സോഴ്സ് നമ്മുടെ ശ്വാസമാണ്. ലൈഫ്, നമ്മുടെ ലൈഫിന്റെ സോഴ്സ് ഏതാ? ഈ ജീവശ്വാസമാണ്. കഴുത്ത ഞെക്കി പിടിച്ച് നമ്മൾ ചത്തുപോവാണ്. അപ്പം പക്ഷേ ദൈവത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5 യേശു പറയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. അപ്പൊ പിതാവിനും പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവാണ്. ഈവൻ കർത്താവായ യേശുവിനെ പോലും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് വരികയാണ് ആ ആത്മാവ്. അപ്പൊ അതുകൊണ്ട് ആ ജീവന്റെ സ്രോതസ്സും ജീവനും എല്ലാം ആ ട്രിനിറ്റിയിലാണ്. നമ്മൾ ആ ട്രിനിറ്റേറിയൻ ലൈഫിലാണ് നമുക്ക് ഈ നിത്യജീവൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, അവൻ വന്ന്, യോഹന്നാന്റെ സുവിശേഷം 16:8. ഇനിയിപ്പം ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ അധ്യായങ്ങൾ നിരന്തരം വായിക്കുമെന്ന്. 14, 15, 16, 17 മറന്നുപോകല്ലേ. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 ചാപ്റ്റേഴ്സ് നിരന്തരം വായിക്കണം. അപ്പൊ അവിടെ പറയാണ്, ഈ യോഹന്നാന്റെ സുവിശേഷം 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഇത് നമ്മുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധം ഉണ്ടാകും. ഇതൊക്കെയാണ് പൊതുവെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം ആ വാക്യം വായിക്കുന്നുള്ളൂ. ആ വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും, ശരിയല്ലേ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. അപ്പം യേശു അടുത്ത വാക്യം പറയാം, അതുകൂടെ വായിക്കണം. അവിടെ പറയാണ്, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പം പാപം എന്നാൽ എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ്. അപ്പം അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പൊ പാപത്തെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് ആർക്കാണ് കൊടുക്കുന്നത്? പാപത്തെക്കുറിച്ചുള്ള ബോധം തന്നിൽ വിശ്വസിക്കാത്തവർക്കാണ് കൊടുക്കുന്നത്. അപ്പം യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പാപബോധവും. അടുത്തത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പം നീതിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നത് നിങ്ങൾക്കാണ്. അതിന്റെ ഓഡിയൻസ് ആരാണ്? നിങ്ങളാണ്. കാരണം വിശ്വസിച്ചവർ, തന്റെ ശിഷ്യന്മാർ, തന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ. അപ്പൊ ഇന്ന് ദൈവമക്കളായ നമ്മൾ. അപ്പൊ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധം ഏതാണ്? നീതിയെക്കുറിച്ചുള്ള ബോധമാണ്, നീതിബോധമാണ്. അപ്പൊ ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് പാപബോധമല്ല, നീതിബോധമാണ്. അടുത്തത്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പം ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം അതാർക്കാണ്? ഈ ലോകത്തിന്റെ പ്രഭുവിനാണ്. അപ്പോൾ 3-fold മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ത്രിവിധ ശുശ്രൂഷകളാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് 3 വിധത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഉള്ളവരെ ന്യായവിധി വരുന്നു എന്ന് ഓർത്ത് ഇങ്ങനെ മുഴുവൻ സമയം ഇങ്ങനെ പേടിച്ചു വിറച്ച് നരകമുണ്ട്, തീയുണ്ട്, പുഴുവുണ്ട്, പാമ്പുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവുള്ളവരാ. പരിശുദ്ധാത്മാവില്ലാതെ താടി നീട്ടി ഒരു പിശാച് ഹൂസ്റ്റണിൽ ഇരിപ്പുണ്ട്. അയാൾക്കൊരു ന്യായവിധിയെക്കുറിച്ച് ഒരു ബോധമില്ല.
എനിക്കൊരു ബോധവുമില്ല. കാരണം യേശു പറഞ്ഞ അങ്ങനെയല്ല. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ആ പ്രഭുവിനാണ്. എന്നിൽ വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ച്. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നെ പാപത്തെക്കുറിച്ചുള്ള ബോധം ഹോളി സ്പിരിറ്റ് കൊടുക്കത്തില്ല. അത് പിന്നെ ആരാണ് കൊടുക്കുന്നത്? രാപ്പകൽ തങ്ങളുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി, ഇത് അക്യൂസർ. അപ്പൊ നിങ്ങൾക്കിപ്പോ അനാവശ്യമായിട്ട് പാപബോധം അല്ലെ കുറ്റബോധം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കർത്താവോ പരിശുദ്ധാത്മാവോ ഒന്നും ഉത്തരവാദിയല്ല. നിങ്ങൾ ഒരുപക്ഷെ വിശ്വാസിയായിരിക്കത്തില്ല, ദൈവത്തോട് ബന്ധം കാണത്തില്ല. അപ്പൊ ആ ട്രിനിറ്റേറിയൻ ലൈഫിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് പിന്നീട് ഉണ്ടാകുന്നത് പാപബോധമല്ല, ആ ഹോളി സ്പിരിറ്റ് അവന് കൊടുക്കുന്നത് നീതിബോധമാണ്. നീതിബോധം അല്ല, ക്രിസ്തു നിവർത്തിച്ച നീതി, അതിന്റെ ഓഹരിക്കാരാണ് നമ്മൾ. ആ നീതിബോധത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഫുൾ ടൈം പാപബോധത്തിൽ നടക്കുകയല്ല, നീതിബോധത്തിൽ. അപ്പൊ ഒന്ന്, വിശ്വസിക്കാത്തവർക്ക് പാപബോധം, വിശ്വസിച്ചവർക്ക് നീതിബോധം, പിശാചിന് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം. അപ്പൊ 3 കോൺഷ്യസ് ആണ്. സിൻ കോൺഷ്യസിൽ നിൽക്കേണ്ടത് ആരാണ്? ദോസ് ഹു ആർ നോട്ട് ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോ അൺബിലീവേഴ്സ് റിമൈൻ അണ്ടർ സിൻ കോൺഷ്യസ്. അപ്പൊ സിൻ കോൺഷ്യസ്നെസ് നിൽക്കുന്നത് അൺബിലീവേഴ്സ് ആണ്, അവിശ്വാസികൾ. വിശ്വാസികൾ നിൽക്കേണ്ടത് റൈറ്റിയസ് കോൺഷ്യസ്നെസ്സിലാണ്, നീതിബോധത്തിലാണ്. ന്യായവിധിയെക്കുറിച്ചുള്ള ഭയവും ഭീതിയും പേടിയും ആർക്കാണ്? പിശാചിനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പൂർണ്ണനായി യേശുവിനെ കാണുമ്പോൾ ഭൂതങ്ങൾ വിളിച്ചു പറയുകയാണ്, ഓ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ നീ വന്നുവോ? നമുക്കൊരു ന്യായവിധി ഉണ്ടെന്ന് പിശാചിനറിയാം, പിശാച് അത് പറയുകയാണ്. അപ്പൊ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം പിശാചിനാണ്, നീതിയെക്കുറിച്ചുള്ള ബോധമാണ് നമുക്ക്, പാപത്തെക്കുറിച്ചുള്ള ബോധം അവിശ്വാസികൾക്കാണ്. ഇനി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ചില ആൾക്ക് സംശയം തോന്നും, വിശ്വാസികൾക്ക് പാപബോധം വേണ്ടേ എന്നൊരു സംശയം ഉണ്ടാകും. വിശ്വാസികൾക്ക് പാപബോധം ഉണ്ടാകാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള അവിശ്വാസം കൊണ്ടാണ്. നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആ ഏരിയയിലാണ് പാപബോധം വരുന്നത്. അപ്പൊ അത് ഫില്ല് ചെയ്യണം. അത് പൗരസ്ത്യ കാഴ്ചപ്പാടില് ഒരു ശിശു ജനിച്ചു. ആ ശിശു സഭയുടെ അംഗമാകുമ്പം ഈ പെട്രോൾ ടാങ്ക് നിറയ്ക്കുന്നതല്ലേ. ഈ അടുത്ത കാലത്ത് ഈ പൗരസ്ത്യ സഭയിലെ ഒരു പ്രബോധനം നമ്മുടെ ഗൾഫിലുള്ള ഒരു സഭ, ഇവിടുത്തെ ഒരു പ്രേക്ഷകനാണ്. അപ്പൊ അദ്ദേഹം ഷെയർ ചെയ്തതാണ്. അടുത്തൊരു മേൽപ്പെട്ടക്കാരൻ പ്രബോധിപ്പിച്ചാണ്. നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ കാർ ഓടിപ്പോകുമ്പം ഗ്യാസ് കുറയും, വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യുന്ന പോലെ. അതുപോലെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചോർച്ചകൾ വന്നാൽ, ആ ഏരിയയിൽ പാപബോധം വന്നാൽ, അതവിടെ റെക്ടിഫൈ ആണ്. പക്ഷേ എ ബിലീവർ ഈസ് സപ്പോസ് ടു ലിവ് അണ്ടർ ദ കോൺഷ്യസ്നെസ് ഓഫ് ഹിസ് റൈറ്റിയസ്നെസ്. അവന്റെ നീതിയുടെ ബോധത്തിൽ ജീവിക്കണം എന്നാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല പാപബോധത്തിൽ ജീവിക്കണം എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ആ നീതിബോധത്തിൽ ജീവിക്കണം. അതിന് ഈ ട്രിനിറ്റേറിയൻ ലൈഫും ട്രിനിറ്റേറിയൻ വർഷിപ്പും നമ്മെ സഹായിക്കും. നമുക്ക് ആ ദൈവത്തെ ട്രിനിറ്റിയിൽ വർഷിപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു റിച്ച്ലി. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.